ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സേതു നമ്മുടെ പല്ലവിക്ക് ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ കരയുമോ പല്ലവി? താൻ എന്തിനാ കരയണേന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പല്ലവി ഇപ്പോൾ ഓർത്തത് എന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് സേതു പല്ലവിയോട് ചോദിക്കാം. എന്നെപ്പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കേണ്ട ഗതികേട് വന്നല്ലോ എന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുക സേതു. അപ്പോഴേക്കും കണ്ണുനീരൊക്കെ തുടച്ച് ആ പ്ലേറ്റിങ് തരാൻ പറഞ്ഞു പല്ലവി. എന്തിനാന്ന് ചോദിച്ചു. പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവി ഫുഡ് എടുത്ത് നമ്മുടെ സേതുവിന് വാരി കൊടുക്കുക. അയ്യോ ഇതെന്ത് ഇത്, ആരെങ്കിലും കാണും, വേണ്ടാന്ന് പറഞ്ഞപ്പം അതിനിവിടെ ആരാ ഉള്ളതെന്ന് ചോദിച്ചു. അല്ല അതൊക്കെ വേണോ പല്ലവി എന്ന് ചോദിച്ചപ്പോൾ വാ തുറക്കാനാ പറഞ്ഞത്, മര്യാദയ്ക്ക് പറഞ്ഞാൽ അനുസരിച്ച് വാ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ സേതുവിനും നമ്മുടെ പല്ലവി വാരി കൊടുക്കുക. ഞാനിപ്പോൾ വാരുന്നുണ്ട്. സേതുവേട്ടൻ എന്താ ഓർത്തത്? എന്നെ പോലെ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കേണ്ടി വന്നല്ലോ എന്നല്ലേ എന്ന് ചോദിച്ചപ്പം അയ്യോ അല്ല, ഒരിക്കലും അല്ല, ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല പല്ലവി. നല്ല രുചിയുണ്ടായിരുന്നു ഭക്ഷണത്തിനെന്ന് സേതു പല്ലവിയോട് പറയുക. പല്ലവി തന്നുകൊണ്ടായിരിക്കും കേട്ടോ എന്നൊക്കെ സേതു പറയുക കേട്ടോ. അതൊരു ഭാഗ്യം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പം സേതുവേട്ടൻ തന്നപ്പോഴും നല്ല രുചിയായിരുന്നല്ലോ, അപ്പോൾ അതും ഭാഗ്യം തന്നെയല്ലേ എന്ന് പല്ലവി സേതുവിനോട് ചോദിക്കുക. അങ്ങനെ ആ പ്രശ്നം രണ്ടുപേരും പറഞ്ഞ് അങ്ങ് തീർത്തു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം കാണുമ്പോഴേ പല്ലവി നല്ല തൻ്റെ ഉള്ള ഒരാളായിരുന്നു എന്ന് സേതു പറയുക. ഇപ്പോൾ അത് പോയി എന്നല്ല കേട്ടോ, പക്ഷേ ഒന്ന് പതറിയിട്ടുണ്ട്, ശരിയല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് എൻ്റെ അവസ്ഥ അതെന്താ സേതുവേട്ടൻ ഇതുവരെ മനസ്സിലാക്കാത്തത് എന്ന് പല്ലവി അന്നേരം ചോദിക്കുക. ഇന്ദ്രനെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറയുന്നത് സേതുവേട്ടൻ അത് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എന്നെപ്പറ്റി വാർത്തയിലും ടി വിയിലൊക്കെ എന്തൊക്കെയായിരിക്കും വന്നിട്ടുള്ളത്, എല്ലാവരും അത് കണ്ടും കേട്ടും ഒക്കെ കാണത്തില്ലേ എന്നൊക്കെ ചോദിക്കുക. എൻ്റെ ഭാവി ഇനി എന്താകുമെന്നൊക്കെ പല്ലവി ചോദിക്കുക കേട്ടോ സേതുവിനോട്. കോളേജിലെ ജോലി മിക്കവാറും ഈ ഒരൊറ്റ കാരണം കൊണ്ട് പോകുമെന്ന് പല്ലവി പറയുക. മുൻപും പല വിധത്തിൽ എന്നെ തകർക്കാൻ നോക്കിയ ആളാണ് ഇന്ദ്രൻ. അന്ന് സാധിക്കാത്തത് ഇപ്പം അയാൾക്ക് ഒരൊറ്റ സംഭവം കൊണ്ട് കഴിഞ്ഞില്ലേ എന്ന് പല്ലവി സേതുവിനോട് പറയുക. അത് കേട്ടപ്പോൾ സത്യം എന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരാതിരിക്കുമോ പല്ലവി? വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം ആർക്കാ സേതുവായിട്ട് അറിയേണ്ടത്? സത്യാനന്തര കാലമെന്നാ ഈ കാലത്തിനെ ആൾക്കാർ വിളിക്കുന്നത് തന്നെ. അപ്പോൾ പിന്നെ നമ്മൾ അതേ ഓർത്തിരുന്നിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു വലിയേട്ടനായി മാറിയിട്ടുണ്ടെങ്കിൽ എന്നെ അങ്ങനെ മാറ്റിയെടുത്തത് പല്ലവി അല്ലേന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ മാറ്റിയെടുത്ത പല്ലവി ഒരിടത്തും തോറ്റുപോകാൻ ഞാൻ സമ്മതിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ പല്ലവി കാരണം എനിക്കിന്ന് ഇതൊക്കെ ഉണ്ടായില്ലേന്ന് ചോദിച്ചു. എൻ്റെ അമ്മയായിട്ട് എനിക്ക് പൂർണ്ണിമാമയെ കിട്ടിയില്ലേന്ന് ചോദിച്ചു. പല്ലവി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചു. അമ്മയും അനിയത്തിമാരും പിന്നെ ഞാനും. കാരണം ആരാണെന്ന് പല്ലവിക്ക് അറിയോ? അതെല്ലാം കാരണക്കാരി പല്ലവിയാണ്. അത് കേട്ടപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഉത്തരം സേതുവേട്ടൻ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ചോദിക്കാൻ പറഞ്ഞു സേതു. എന്നെ എന്തുകൊണ്ടാണ് സേതുവേട്ടൻ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് പല്ലവി ചോദിക്കുക. ഞാൻ ബുദ്ധിമുട്ടുകൾ മാത്രമല്ലേ സേതുവേട്ടന് പകരം തന്നിട്ടുള്ളൂ, എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നെ സേതുവേട്ടൻ വെറുക്കാത്തേ എന്ന് ചോദിക്കുമ്പോൾ സേതു ഇങ്ങനെ പല്ലവിയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു സേതു. മറ്റാരോടും ഇതുവരെ തോന്നാത്ത ഒരു എന്താ അതിനെ പറയുക, അതും എനിക്കറിയില്ല, ഒരടുപ്പം അതെനിക്ക് പല്ലവിയോട് തോന്നുകയാണെന്ന് പറഞ്ഞു. അത് തോന്നിയത് പല്ലവിയോട് മാത്രമാണെന്നൊക്കെ സേതു ഇങ്ങനെ പറയാം. അപ്പോൾ പല്ലവി ഇങ്ങനെ അല്ലാതായിട്ടിരിക്കും കേട്ടോ. അതാണ്, അല്ലാതെ അതിന് മറ്റൊന്നും ഇപ്പോൾ വേറൊന്നും കൊണ്ടല്ലേ സേതുവേട്ടാ. തോന്നിയോ അങ്ങനെ എന്തെങ്കിലും, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയോ? അപ്പം ഇല്ലേ എന്ന് പല്ലവി ചോദിച്ചപ്പം ഉണ്ടോ എന്ന് സേതു. ഉണ്ടായിരുന്നു, ഇപ്പം കഴിഞ്ഞല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ പല്ലവി ആ വിഷയം അങ്ങ് മാറ്റി വിട്ടു. അങ്ങനെ അവർ രണ്ടുപേരും ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിന് മതിൽ ചാടി വീട്ടിലേക്ക് വന്നു വാതിലിൽ കൊട്ടി, പക്ഷേ കിട്ടുന്നില്ല. പെട്ടെന്ന് അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ അമ്മേ, ഞാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഞെട്ടി പെട്ടെന്ന് വാതിൽ തുറന്നു. മോനെ കണ്ടപ്പോഴേക്കും അമ്മ കെട്ടിപ്പിടിച്ച് മോനെ ഇന്ദ്രാന്ന് വിളിച്ച് ഭയങ്കര കരച്ചില്, ഉമ്മ കൊടുക്കല്, സ്നേഹിക്കലൊക്കെ. അമ്മയൊന്ന് പതുക്കെ, ആരെങ്കിലും കേൾക്കാമെന്ന് പതുക്കെ പറയാൻ പറഞ്ഞു. അപ്പം നീ എവിടെയായിരുന്നു മോനെ ഇത്രയും ദിവസം? എൻ്റെ പൊന്നുമോനെ, നീ ഞങ്ങളെ തീറ്റിച്ച് കളഞ്ഞല്ലോടാ ഇന്ദ്ര, ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്തുകൂടായിരുന്നോടാ മോനെ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയെ വിളിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊന്നും ആയിരുന്നില്ല ഞാനെന്ന് ഇന്ദ്രൻ പറയുക. എന്നിട്ട് 4 പാട് നോക്കിയിട്ട് ഇപ്പം തന്നെ വന്നതേ ഞാൻ അമ്മയെ കാണാൻ വേണ്ടി മാത്രം, എനിക്ക് ഉടനെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അയ്യോ എങ്ങോട്ട് പോകാൻ? എടാ ഇനി നിന്നെ ഞാൻ എങ്ങോട്ടും വിടത്തില്ലെന്നും പറഞ്ഞിട്ട് അമ്മ പറയുമ്പോൾ, അല്ല അമ്മേ, പല്ലവിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കണ്ടേന്ന് ചോദിച്ചു. അതിനു വേണ്ടിയല്ലേ ഞാൻ ഈ നാടകം മുഴുവൻ കളിക്കുന്നതെന്ന് മകൻ അമ്മയോട് ചോദിക്കുക. അതെ, എന്നാലും എടാ മോനെ, ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അതോടുകൂടി തീർന്നു പോകുമല്ല, എനിക്ക് പിന്നെ അവളെ ജയിക്കണ്ടേ അമ്മയെന്ന് ചോദിച്ചപ്പം, എടാ അതിന് ഈ ഒരു വഴിയുള്ളൂടാ മോനെ എന്ന് അമ്മ ചോദിക്കാം മോനോട്. നിന്നെ കാണാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ അമ്മയ്ക്ക് പറ്റില്ലെന്ന് അറിയില്ലേടാന്ന് ചോദിച്ചപ്പോൾ, അതൊക്കെ എനിക്ക് അറിയാം അമ്മേ, അമ്മയുടെ വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാകും, അതിനേക്കാളും വലിയ വേദന അമ്മേ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇന്ദ്രൻ പറയുക.
പല്ലവി അവളെ മുട്ടുകുത്തിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ലെന്ന്. അതിന് വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് മൊത്തം. അമ്മ അത് മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാശൊക്കെ നിനക്ക് എത്ര വേണേലും ഞാൻ തരാം, മോൻ വല്ലതും കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അവിടെ ഒന്നും കഴിച്ചില്ല അമ്മയെന്ന് പറഞ്ഞു. മോൻ അമ്മ തരാമെന്നും പറഞ്ഞ് അമ്മ മോന് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുക. ആ നാശം പിടിച്ചവനുണ്ടോ അമ്മ അകത്ത്, വിശ്വജിത്ത്? അവനൊന്നും അറിയരുത് കേട്ടോ, അറിഞ്ഞാൽ അവൻ ഒറ്റുമെന്ന് പറഞ്ഞപ്പം ആരും ഒന്നും അറിയാൻ പോകുന്നില്ല, മോൻ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ വയറ് നിറയെ മകനെ കഴിപ്പിക്കുക. അമ്മ കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ കഴിച്ചെന്ന് പറഞ്ഞു. അമ്മ തുരുതുരാ വാരിട്ട് കൊടുക്കുക. അയ്യോ അമ്മയുടെ സ്നേഹം ഒന്ന് കാണണമായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. തള്ള ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ആരാ? പോലീസുകാരെ കണ്ടപ്പോഴേക്കും എന്താ മേഡം എന്ന് ചോദിച്ചുകൊണ്ട് ഓടി ചെന്ന് വാതിലൊക്കെ തുറന്നു. അപ്പോൾ മേഡം അകത്തേക്ക് കയറി വന്നിട്ട് ഇന്ദ്രൻ ഇവിടെ ഉണ്ടല്ലേ, ഞാനത് മണ്ടിയെന്ന് വിചാരിച്ചോ? കാണാതായ നിങ്ങളുടെ മൂത്ത മകൻ ഈ വീട്ടിലുണ്ട്, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നതെന്ന് മേഡം പറഞ്ഞപ്പം അയ്യോ മേഡത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞു. ഇവിടെ എങ്ങും ആരുമല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ വിശ്വനും അമ്മായും അച്ഛമ്മയും കൂടെ ഇറങ്ങി വരുന്നത്. രാജലക്ഷ്മി, നിങ്ങളുടെ മകൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നും മേഡം പറയൂ കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ആരും അറിയാതെ ഈ വീടിൻ്റെ മുന്നിൽ ഒരു മഫ്തി പോലീസിനെ ഞാൻ ഡ്യൂട്ടിക്ക് ഇട്ടത് എന്ന് മേഡം പറഞ്ഞു. അയാൾ തന്ന വിവരം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇന്ദ്രജിത്ത് ഈ വീട്ടിലുണ്ട്, ഞങ്ങൾ അവനെ പൊക്കുമെന്ന് മേഡം പറയുക, സെർച്ച് ചെയ്യണോ മൊത്തത്തിലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താടി ഇതെന്ന് ചോദിച്ചു. മിണ്ടായിരിക്കും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക. അങ്ങനെ മേഡം അവിടെ എല്ലാം നോക്കുക. അപ്പോഴേക്കും വിശ്വന് ഓരോന്ന് ചോദിക്കാൻ വരുന്നു. പക്ഷേ ഇവരോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക പുള്ളിക്കാരി. പോലീസുകാരെ വീട് മുഴുവൻ അരിച്ച് പറക്കി നോക്കി, പക്ഷെ കിട്ടിയില്ല. മേഡം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പല്ലവിയെ കേസിലാക്കാൻ ശ്രമിച്ച ആളാണ് അവനെന്നും ഒരു ബോൺ ക്രിമിനലാണ് അവനെന്നും അയാളോട് ദയ കാണിക്കാൻ എനിക്ക് പറ്റില്ലെന്നും മേഡം പറഞ്ഞു. അങ്ങനെ ആ വീട് മുഴുവൻ തപ്പിയിട്ടും ഇവനെ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഇവനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം മേഡം ആകെ നിരാശയായി. ഈ സമയത്ത് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഹിബ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു രാജലക്ഷ്മി. നിങ്ങളെല്ലാവരും കരുതിയത് ഞാൻ നുണ പറയുകയാണെന്നല്ലേ? അല്ലെന്നാ ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുക രാജലക്ഷ്മി. മേഡം കുറച്ചുകൂടി നല്ല ആരെങ്കിലും ഈ പറഞ്ഞ പോലെ മഫ്തിക്കൊക്കെ ഡ്യൂട്ടിക്ക് ഇടാൻ പറഞ്ഞു രാജലക്ഷ്മി, അല്ലെങ്കിലേ ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ ഇനിയും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ശ്വാസമൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ച് വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ രാജലക്ഷ്മി. അപ്പോഴാണ് കഴിച്ചുകൊണ്ടിരുന്ന പാത്രവും ഫുഡും ഇതെല്ലാം കാണുന്നത്. അതൊക്കെ കണ്ട് മേഡം ഇങ്ങനെ അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. ഇതാര് കഴിച്ച പാത്രമാ എന്ന് ചോദിച്ചപ്പോഴേക്ക് രാജലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ചോദിച്ചത് കേട്ടില്ലേ, അത് ഞാൻ കഴിച്ചതാണെന്ന് രാജലക്ഷ്മി. ഈ നേരത്തോ? ഷുഗർ പെട്ടെന്ന് ഡൗൺ ആയി, വിശന്നു, അപ്പം ഞാൻ ഭക്ഷണം എടുത്ത് കഴിച്ചു, മാത്രമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മേഡം നേരെ ഈ പുള്ളിക്കാരുടെ മുന്നിലേക്ക് അങ്ങ് ചെന്നു. കൈ പിടിച്ച് മണത്ത് നോക്കിയപ്പോൾ മണോ ഇല്ല, ഗുണോ ഇല്ല, ഒന്നുമില്ല. ഭക്ഷണം കഴിച്ചതിൻ്റെ ലക്ഷണമൊന്നും കയ്യിൽ കാണുന്നില്ലല്ലോ. അത് പിന്നെ ഞാൻ കൈ കഴുകി, അതുകൊണ്ടാണ്. കൈ കഴുകി തുടച്ചാൽ പിന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ ലക്ഷണം വല്ലതും കാണുമോ? അല്ല അമ്മേ എന്നൊക്കെ ചോദിച്ചു രാജലക്ഷ്മിയെ തുള്ളുമ്പോൾ എനിക്കെങ്ങനെ അറിയാം എന്ന് ചോദിച്ചു അമ്മ. ശരി, ഇത്തവണ രക്ഷപ്പെട്ടു എന്ന് കരുതി എല്ലാ തവണയും അത് പറ്റണമെന്നില്ലെന്ന് മോനോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ മേഡം പോവുക. ഭക്ഷണം കഴിച്ചിട്ട് അല്പം പോലും മണമില്ല കയ്യിൽ. ഹാൻഡ് വാഷ് ഇട്ട് കഴുകി കാണുമല്ലേ എന്ന് മേഡം ചോദിച്ചപ്പോൾ അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ രാജലക്ഷ്മി. എന്നൊക്കെ പറഞ്ഞ് മൂക്കൊക്കെ മണത്ത് നിൽക്കുന്നു. അപ്പം മോനും കൊള്ളാം, അമ്മയും കൊള്ളാം എന്നും പറഞ്ഞു പോലീസുകാരവിടെ നിന്ന് പോലീസുകാരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ശ്വാസം വിട്ട് ഇങ്ങനെ നിൽക്കുക. എടി എന്നോടെങ്കിലും സത്യം പറ, ഇന്ദ്രൻ ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ല എൻ്റെ അമ്മേ എന്ന് പറഞ്ഞാൽ രാജലക്ഷ്മി നിൽക്കുക. അമ്മയുടെ മുഖം കണ്ടാൽ അറിയാലോ ഏട്ടൻ വന്നു എന്ന് വിശ്വം പറഞ്ഞപ്പം അതേടാ വന്നു, എന്നെ നിനക്കെന്താടാ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ മോനോട് ദേഷ്യപ്പെടുക. ഈ വിവരം എങ്ങാനും ആരോടെങ്കിലും പറഞ്ഞിട്ടല്ലോ നിന്നെ കൊല്ലും ഞാനെന്ന് പറഞ്ഞ രാജലക്ഷ്മി അകത്തേക്ക് കയറി പോവുക. അങ്ങനെ വലിയൊരു പ്രശ്നം അങ്ങനെ അങ്ങ് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ ഹരി കേട്ടോ. ഹരി അച്ചു പറഞ്ഞതിനെ പറ്റി ആലോചിക്കുമോ. ഹരിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല, ആലോചന. അപ്പം മിത്തുവേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. അവള് പറഞ്ഞതൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലേ എന്ന് മിത്തുവേട്ടൻ വന്നു ഹരിയോട് ചോദിക്കുക. എടാ ഉള്ളിൽ തട്ടി അച്ചു അങ്ങനെ പറഞ്ഞതെങ്കിൽ നീ എന്തിനാ അത് വേണ്ടാന്ന് പറഞ്ഞതെന്ന് മിത്തുവേട്ടൻ ചോദിക്കുക കേട്ടോ. എനിക്കറിയാം നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമാണെന്ന്, പിന്നെ വേണ്ടാത്തൊന്നും പറയരുത് കേട്ടോ മിത്തുവേട്ടാ. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവനാ ഞാനെന്ന് ഹരി അന്നേരം പറഞ്ഞു. സേതുവേട്ടൻ്റെ പെങ്ങളെ മോഹിക്കാനും മാത്രം വളർന്നിട്ടില്ല ശ്രീഹരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇനി വളർന്നാലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് എന്നും ശ്രീ ഇങ്ങനെ പറയും. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ മിത്തുവേട്ടൻ അടുത്തിരുന്ന് നീ അല്ലല്ലോ അതിനെപ്പറ്റി ചിന്തിച്ചത്, അച്ചു അല്ലേടാ ചിന്തിച്ചത്, നീ എങ്ങനെ തെറ്റുകാരനാകും, ഞാൻ സംസാരിക്കാം സേതുവിനോട്, പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്ന് പറഞ്ഞു. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണവും നടത്താം, വരൻ നിഖിലല്ല നീയാണ് എന്നൊക്കെ പറഞ്ഞു. വധു അവന്തിക എന്ന് പറയുമ്പോൾ നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയാലേ കുറച്ച് കഷ്ടമാണ് കേട്ടോ മിത്രേട്ടാ.
വലിയ വീട്ടിലെ പെൺകുട്ടികൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ക്രഷ്, അതാ അതിൻ്റെ പേര്. നിങ്ങൾക്കറിയാവോ, ഈ ക്രഷിനേക്ക് കുറച്ച് നാളത്തെ ആയുസേ ഉണ്ടാവത്തുള്ളൂ. അതോടെ അതൊക്കെ അങ്ങ് തീർന്നു പോകും. അത് കഴിഞ്ഞാലേ നമ്മുടെ സ്ഥലം പിന്നെ എന്താണെന്ന് മിത്രേട്ടൻ അറിയോ? വെറും കറിവേപ്പിലയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. എനിക്കതിനോടൊന്നും യാതൊരുവിധ താല്പര്യവും ഇല്ലാന്നും പറഞ്ഞു. ആകപ്പാടെയുള്ള ഒരു ഒറ്റ ജീവിതമാണ്, അത് ഭംഗിയായി ജീവിച്ച് തീർക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ എന്നും ഹരി ഇങ്ങനെ മിത്രേട്ടനോട് പറയൂ കേട്ടോ. ഞാൻ പറയാനുള്ള കാര്യം നിന്നോട് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തോ അത് നിന്റെ ഇഷ്ടം. പക്ഷേ ഒരു കാര്യം നീ ഓർത്ത് വെച്ചേക്കണം, ചേരേണ്ടതേ ചേരൂ. നിനക്ക് വിധിച്ചത് അച്ചു തന്നെയാണെങ്കിൽ അവൾ നിന്റെ അടുത്ത് തന്നെ വന്നിരിക്കും. എൻ്റെ അഭിപ്രായത്തിലെ നിനക്ക് വന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെടാ ആ കുട്ടി. അവൾക്ക് അങ്ങനെയൊക്കെ ഒന്ന് വന്ന് പറയാൻ നീ തോന്നിയില്ലേടാ. എടാ ഹരി, ദേ പൊന്നും മടത്തിലെ മരുമകനാകാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാലേ നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുമോടാ ആ പദവി എന്ന് ചോദിച്ചു. പിന്നെ നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിലേ കണ്ണും പൂട്ടി സമ്മതം മൂളിയേനെന്ന് മിത്രേട്ടൻ പറയാം. അപ്പം എനിക്കത് പറ്റത്തില്ല മിത്രേട്ടാ, ഞാനത് ചെയ്യില്ല. എനിക്ക് ഈ ലോകത്ത് കടപ്പാടുള്ളതേ സേതുവേട്ടനോട് മാത്രമാണെന്നും ആ സേതുവേട്ടനെ ചതിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ ഈ നാട് വിട്ടു പോകുമെന്ന് നമ്മുടെ ഹരി പറയാം. അത് പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോയി. മിത്രേട്ടൻ ഇങ്ങനെ അവിടെ ഇരിക്കേടാ, പറയുന്ന കേക്ക്, പോകല്ലേടാ എന്നും പറഞ്ഞു. പക്ഷെ എന്തായാലും ആ സംഭവം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊന്നുമടത്തിൽ നമ്മുടെ സേതു നല്ല ഉറക്കുക. സേതുവേട്ടാന്ന് പറഞ്ഞ് നീട്ടി ഒരു വിളി കേട്ടിട്ടാണ് സേതു എഴുന്നേറ്റ് ഓടി വരുന്നത് പേടിച്ച്. വന്നപ്പോൾ എല്ലാവരും ആ വീട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ദേ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ദേ അവരുടെ പരസ്യമാണ്. അപ്പോൾ ആ പരസ്യത്തിൽ ഇവരുടെ അഭിനയം അത് കണ്ടപ്പോൾ സ്വാതിയും അതുപോലെ തന്നെ ഋതികയും മാത്രം മാറി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക കേട്ടോ. ഈ സമയത്ത് അവരെ എല്ലാവരെയും നോക്കാനായിട്ട് ഈ ഋതിക സ്വാതിയോട് പറയാം. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് സന്തോഷമായിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ആ സമയം അവർ രണ്ടുപേരും കുശുമ്പെടുത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പല്ലവിയോട് അന്നേരം പൂർണിമ പറഞ്ഞു, ഈ ഒരു പരസ്യം കണ്ടാലേ മോള് നല്ലൊരു നടിയല്ലെന്ന് ആരും പറയില്ല കേട്ടോ എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പല്ലവിക്ക് ഭയങ്കര സന്തോഷം. ഓഫ് എന്ന് പറഞ്ഞിരിക്കുക. ഇരുത്തം വന്നൊരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെയാണ് പല്ലവി അഭിനയിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. കൺഗ്രാറ്റ്സ് ഒക്കെ പറയാം പല്ലവിയോട്. അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മാസെന്ന് പറഞ്ഞ് ഇവളുമാർ രണ്ടും കൂടെ തലയും ചൊറിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് പല്ലവിയെ ഭയങ്കരമായിട്ട് വാനോട് ഒരു പുകഴ്ത്തുക. അപ്പോൾ അതെ നിങ്ങൾ അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഋതികയുടെയും സ്വാതിയുടെയും അടുത്തേക്ക് നമ്മുടെ പൂർണിമ ചെന്നപ്പോൾ അത് പിന്നെ കണ്ടന്റ് നല്ലതായിരുന്നു, അതുകൊണ്ട് കൊള്ളാമെന്ന് സ്വാതി ഇങ്ങനെ പറയുക. പല്ലവി അഭിനയിച്ചതിനെ പറ്റിയുള്ളത് പറയൂല. അപ്പോൾ അത് കുശുമ്പോണ്ടാന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അല്ലാതെ ഇവരുടെ അഭിനയത്തെ പറ്റി നിനക്കൊന്നും പറയാനില്ലേ എന്ന് പൂർണിമ ചോദിച്ചപ്പം ആദ്യമായിട്ടല്ലല്ലോ ഇവരുടെ മുഖം ടി വിയിൽ വരുന്നത്, കുറച്ച് ദിവസം മുൻപും നമ്മളതൊക്കെ കണ്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഋതിക ഇങ്ങനെ കളിയാക്കുക. എൻ്റെ അമ്മേ, പരസ്യം എന്നൊക്കെ പറയുന്നതേ ഒരു സാധനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം പ്രൊമോട്ട് ചെയ്യാനുള്ള വഴിയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവിക്ക് വിഷമായി. അതിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് ക്രെഡിബിലിറ്റി വേണം, വിശ്വാസ്യത. അതില്ലെങ്കിൽ പിന്നെ ഈ പരസ്യത്തിൻ്റെ ഗതി എന്താവും എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ കടയിൽ വരുന്നവർ പലരും സാധാരണക്കാരല്ലേ എന്ന് ചോദിച്ചു ഈ നമ്മുടെ സേതു. അപ്പോൾ ഏട്ടനത് അങ്ങനെയാണ്, അതുപോലെ അല്ലല്ലോ കോളേജ് ലെക്ചറർ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സ്വാതിയും പറയാം. പ്രമാദമായൊരു മാൻ മിസ്സിങ് കേസിലെ സസ്പെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇവരെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സ്വാതി ഇങ്ങനെ വലിയ ആൾ കളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം ആ ഒരു സിറ്റുവേഷനും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.